പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇതുവരെ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം വാട്ടർ റിലേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളായിരുന്നു. അതിൽ നമ്മൾ വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, അബ്സോർപ്ഷൻ മെക്കാനിസം പറഞ്ഞു, ട്രാൻസ്പിരേഷൻ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമുക്കറിയാം ജലം ചെടികളിൽ കയറുമ്പോൾ ഒരു ചെടി വെള്ളം വലിച്ചെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജലത്തോടൊപ്പം തന്നെ പോകുന്ന ഒന്നാണ് മിനറൽസ് എന്ന് പറയുന്നത്, ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ജലവും ലവണങ്ങളും ഒന്നിച്ചുകൊണ്ട് തന്നെയാണ് ചെടികളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്. അതെങ്ങനെയാണ്, ഏതൊക്കെ എലമെന്റുകളാണ്, ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് ചെടികളിൽ ഉള്ളത്, ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് ചെടികൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എലമെന്റുകൾ, ന്യൂട്രിയൻസുകൾ പ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്. നമ്മളിൽ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സബ് ടോപ്പിക്കുകൾ ഒന്ന് മിനറൽ ന്യൂട്രീഷൻ ഇമ്പോർട്ടൻസ് എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് മിനറൽസ്, റോൾസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മിനറൽസ്, ഡെഫിഷ്യൻസി സിംറ്റംസ് ഓഫ് മിനറൽസ്. ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന, ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന പരീക്ഷ ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട രണ്ട് തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ് പ്ലാന്റിൽ ഉള്ളത്. അതിലൊന്ന് മാക്രോ ന്യൂട്രിയന്റും മറ്റൊന്ന് മൈക്രോ ന്യൂട്രിയന്റുമാണ്. എന്താണ് മാക്രോ ന്യൂട്രിയന്റ് എന്ന് പറയുന്നത്? വി ക്യാൻ സേ ദാറ്റ് 0.5 തൊട്ടിട്ട് ഏകദേശം കിലോഗ്രാം വരെ ഉള്ള ഒരു പ്ലാന്റിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് നമ്മൾ എന്ത് പറയാ, ഈ പറയുന്ന മാക്രോ ന്യൂട്രിയൻ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതേസമയം മൈക്രോ ന്യൂട്രിയൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട എലമെന്റ് ആണ്, പക്ഷെ അത് വളരെ ചെറിയ തോതിൽ മതി എന്നുള്ളതാണ്. ഏതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട മാക്രോ ന്യൂട്രിയൻസ് നോക്കാം നമുക്ക്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, കാൽഷ്യം, മഗ്നീഷ്യം ആൻഡ് സിലിക്കൺ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട മാക്രോ ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയൻസിന് വേറൊരു പേര് കൂടിയും പറയാറുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് മേജർ എലമെന്റ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് അയൺ, മാംഗനീസ്, കോപ്പർ, സിങ്ക്, മോളിബ്ഡിനം, ബോറോൺ, ക്ലോറിൻ, നിക്കൽ, സോഡിയം, കൊബാൾട്ട്. ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട മൈക്രോ ന്യൂട്രിയൻസ് ഉള്ളത്. നമ്മൾ ചെറുപ്പത്തിലെ സ്കൂൾ ലെവലിലൊക്കെ നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിച്ചിട്ടുണ്ട്. ഈ പീരിയോഡിക് ടേബിൾ വളരെ നന്നായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാ എലമെന്റുകളും. അതിൽ നമുക്കറിയാം ഓരോ ഗ്രൂപ്പുകൾ ഏതാണ്, ലാന്തനൈറ്റ്സ്, ഡി ബ്ലോക്ക്, ആക്ടിനൈറ്റ്സ്, അങ്ങനെ പലതരത്തിലുള്ള പീരിയോഡിക് ടേബിൾ ലാൻസ്റ്റീനിയർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ എലമെന്റുകളൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സോഡിയം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നൈട്രജൻ കാണാൻ പറ്റും, കാൽഷ്യം കാണാൻ പറ്റും, അയൺ കാണാൻ പറ്റും, മാംഗനീസ് കാണാൻ പറ്റും. അങ്ങനെ സർവ്വ എലമെന്റുകളും നമുക്ക് പീരിയോഡിക് ടേബിളിൽ കാണാൻ പറ്റും. പക്ഷേ പീരിയോഡിക് ടേബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ എലമെന്റുകളും ഒരു കാരണവശാലും മേജർ ഓർ മൈനർ ന്യൂട്രിയന്റ് ആവുന്നില്ല. എന്തുകൊണ്ടാണ്? ആ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ചെടികളുടെ ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും അത് ചെടികളുടെ വികാസത്തിന് സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന ആളുകളാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ ന്യൂട്രിയൻസിനെ തരംതിരിച്ചിട്ടുള്ളത്. നോക്കൂ, ഇതാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള ബ്ലോക്കുകൾ. എസ് ബ്ലോക്ക്, ദെൻ ഡി ബ്ലോക്ക്, ദെൻ പി ബ്ലോക്ക്, ദെൻ എഫ് ബ്ലോക്ക്. ഇതാണ് യഥാർത്ഥത്തിൽ പീരിയോഡിക് ടേബിളിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം നമ്മളിപ്പോ ഏകദേശം 120ഓളം എലമെന്റുകൾ പീരിയോഡിക് ടേബിൾ ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ആ 120 എലമെന്റുകളിൽ വളരെ കുറഞ്ഞ, ഏറി വന്നാൽ ഒരു 10-30 എലമെന്റുകൾ മാത്രമാണ് ഈ പറയുന്ന ചെടികളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ചെടികളുടെ ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നത്. അങ്ങനെ എങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക എങ്ങനെയാന്ന് വെച്ചാല്, ചെടികളെ നമുക്ക് പല രീതിയിലും വളർത്താൻ പറ്റും. ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് വീട്ടിൽ നടത്താൻ പറ്റും. വെള്ളത്തിൽ ചെടികളെ വളർത്താൻ പറ്റും. ടിഷ്യൂ കൾച്ചർ വഴി വളർത്താൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ടിഷ്യൂ കൾച്ചർ വഴിയൊക്കെ. അപ്പൊ ടിഷ്യൂ കൾച്ചർ വഴി വളർത്തുമ്പോൾ ചെടികൾക്ക് ആവശ്യമുള്ള എലമെന്റുകൾ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ആവശ്യമുള്ള എലമെന്റുകളെ, മൂലകങ്ങളെ മാത്രം കൊടുത്തുകൊണ്ട് ചെടികളെ വളർത്തുന്ന പ്രക്രിയക്ക് നമുക്ക് ഹൈഡ്രോപോണിക്സ് എന്ന് പറയാറുണ്ട്. എന്താണ് ഹൈഡ്രോപോണിക്സ്? ഇൻ സോയിൽലെസ് കൾച്ചർ, സോയിൽ ഇല്ലാത്ത ചെടികളുടെ വളർച്ചാ രീതിയാണ് എന്ത് പറയാ, ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. The nutrient solution has to be prepared first. A large volume of nutrient solution is required for hydroponics culture. വലിയ രീതിയിലുള്ള ന്യൂട്രിയൻ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ദർ ആർ മെനി സക്സസ്ഫുൾ ന്യൂട്രിയൻ സൊല്യൂഷൻ. ഒരുപാട് അങ്ങനെയുള്ള ന്യൂട്രിയൻ സൊല്യൂഷൻ ഉണ്ട്. അതിന് പറഞ്ഞ പേരാണ് നോബ്സ് സൊല്യൂഷൻ ആൻഡ് ഹോഗ്ലാൻഡ് സൊല്യൂഷൻ. ഇതാണ് പോപ്പുലർ ആയിട്ടുള്ള ന്യൂട്രിയൻ സൊല്യൂഷൻ. ഇപ്പൊ ഒരു ന്യൂട്രിയൻ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ മേളം സാമ്പാർ പൊടി ഉണ്ട്, ഇല്ലേ? അപ്പൊ ഈ സാമ്പാർ പൊടിന്റെ ഒരു ഗുണം എന്താണ്? അതിൽ എല്ലാ തരത്തിലുള്ള ഇൻഗ്രീഡിയന്റും അടങ്ങിയിട്ടുണ്ട്.
അല്ലെ? ബിരിയാണി മസാല, അതിന്റെ അർത്ഥം എന്താണ്? ബിരിയാണിക്ക് വെക്കേണ്ട എല്ലാ മസാലകളും അതിലുണ്ട്. അപ്പൊ അതേപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ ആണ് ഈ പറയുന്ന നോബ്സ് സൊല്യൂഷനും അതേപോലെ ഹോഗ്ലാൻഡ് സൊല്യൂഷനും. അപ്പൊ ഇവിടെ അതിന്റെ ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു ലിറ്ററിൽ ഏകദേശം പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന നൈട്രജൻ ആണ്. ഓക്കെ, കാൽഷ്യം നൈട്രേറ്റ്, അമോൺ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള എലമെന്റുകളുടെയും റെപ്രസെന്റേഷൻ ആണ്. ഇപ്പൊ നൈട്രജൻ 1 ലിറ്ററിലേക്ക് 6 ml മതി. ഓക്കെ, അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് 1 ലിറ്ററിലോട്ട് എത്ര അളവ് നൈട്രജൻ വേണം, എത്ര അളവ് പൊട്ടാസ്യം വേണം, എത്ര അളവ് കാൽഷ്യം വേണം, എത്ര അളവ് ഫോസ്ഫറസ് വേണം എന്ന് പറഞ്ഞ് രൂപപ്പെടുത്തിയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് ഹൈഡ്രോപോണിക് സൊല്യൂഷൻ. അതിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഹോഗ്ലാൻഡ് സൊല്യൂഷൻ. അപ്പൊ ഒരു ഹോഗ്ലാൻഡ് സൊല്യൂഷൻ വഴി നിങ്ങൾക്ക് വേണേൽ ചെടി നടാം, ചെടി വളർത്താം. അത് ആർട്ടിഫിഷ്യൽ ആണ്, അത് ഹോഗ്ലാൻഡ് എന്ന് പറയുന്ന സൊല്യൂഷനിലാണ്, അത് ഹൈഡ്രോപോണിക്സ് ആണ്. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ വലിയൊരു ടാങ്കിലേക്ക്, ഒരു 10 ലിറ്ററുള്ള ടാങ്കിലേക്ക്, ഇപ്പൊ 10 ലിറ്റർ ആണെങ്കിൽ എത്ര വേണ്ടി വരും? 6 ml. 6 എന്ന് പറയുന്നത് 1 ലിറ്ററിലേക്കാണ്. അപ്പം 10 ലിറ്റർ ആണ്, 60 ml വേണം. അങ്ങനെ തോതിൽ നമുക്ക് സൊല്യൂഷനിലോട്ട് ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസിനെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ചെടി വളരാൻ വേണ്ടി പ്രധാനപ്പെട്ട എലമെന്റുകൾ ഏതൊക്കെ വേണം എന്ന് ശാസ്ത്രീയമായ രീതിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള സൊല്യൂഷൻ ടെക്നിക്സിനെയാണ് ഹൈഡ്രോപോണിക് സൊല്യൂഷൻ എന്ന് പറയാം. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കൊണ്ട് എലമെന്റ്സിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് എലമെന്റ് ക്ലാസിഫിക്കേഷൻ? ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ഇതാണ്: കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ. അതിൽ വരുന്നത് സോഴ്സ്ഡ് ഫ്രം എയർ. ഇത് ഏതൊക്കെ ഇവിടുന്നൊക്കെ എടുക്കുന്നതാണ്? ഇത് എയറിൽ നിന്നുണ്ട്, വെള്ളത്തിൽ നിന്നുണ്ട്, അതേപോലെ തന്നെ സോയിൽ നിന്നുള്ളുണ്ട്. അങ്ങനെ വെള്ളത്തിൽ നിന്നും, ആകാശത്ത് നിന്നും, മണ്ണിൽ നിന്നും എടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 കാറ്റഗറി എലമെന്റ് ആണ് ഈ പറയുന്ന കാറ്റഗറിയിൽ ഒന്ന് ഇതാണ്. ദെൻ സെക്കൻഡ് വൺ, സോഴ്സ് ഫ്രം സോയിൽ ഓർ ഫെർട്ടിലൈസേഴ്സ്. ഒന്നുകിൽ മണ്ണിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ലഭിക്കും, അതല്ല എങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് വളം വാങ്ങി ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള കാറ്റഗറിയും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിവേ നമ്മൾ ഇതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ള, നമ്മുടെ സിലബസിന്റെ ബേസിൽ പഠിക്കാനുള്ള 2 കാറ്റഗറി എലമെന്റുകളെ നമ്മൾ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദേ ആർ കോൾഡ് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, കാൽഷ്യം, മെഗ്നീഷ്യം ആൻഡ് സിലിക്കൺ. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് അയൺ, മാംഗനീസ്, കോപ്പർ, സിങ്ക്, ബോറോൺ, ക്ലോറൈഡ്, മോളിബ്ഡിനം ആൻഡ് നിക്കൽ. ഈ കാറ്റഗറിയിലാണ് നമ്മൾ എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഓരോ എലമെന്റുകളും ഒരു ചെടികളിൽ നിർവഹിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ചെടികളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഹൗ ഡു പ്ലാന്റ്സ് യൂസ് ദീസ് മിനറൽ എലമെന്റ്? എങ്ങനെയാണ് പ്ലാന്റുകൾ ഈ എലമെന്റുകളെ ഉപയോഗിക്കുന്നത്? മിനറൽ എലമെന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഓരോ എലമെന്റിന്റെയും യൂസും ഇവിടെ പറയുന്നുണ്ട്. നൈട്രജൻ മേക്കിംഗ് ലീവ്സ്. യഥാർത്ഥത്തിൽ ചെടികളുടെ ഇലകളെ ഉണ്ടാക്കുന്നത് നൈട്രജന്റെ പ്രസൻസ് ആണ്. ഫോസ്ഫറസ് മേക്കിംഗ് റൂട്ട്സ്. ചെടികളുടെ വേരുകൾ ഉണ്ടാക്കുന്ന, വേരുകളുടെ ഉൽപാദന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്നത് ഫോസ്ഫറസ് ആണ്. ദെൻ പൊട്ടാസ്യം മേക്കിംഗ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. പൂക്കളെയും അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളെയും ഉണ്ടാക്കുന്നത് പൊട്ടാസ്യമാണ്. ദെൻ മെഗ്നീഷ്യം മേക്കിംഗ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഹരിതകണത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പറയുന്ന മെഗ്നീഷ്യമാണ്. അപ്പൊ ഓരോ എലമെന്റിനും വ്യക്തമായിട്ടുള്ള ധർമ്മം ചെടികളിലുണ്ട്. Then what are minerals needed for? എന്തിനാണ് ഈ പറയുന്ന ഓരോ എലമെന്റും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഉപയോഗിക്കപ്പെടുന്നതും? യൂസ് P67 of the textbook to complete the table below. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ലെവലിലുള്ള ഡിസ്കഷനിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇത്രയും എലമെന്റുകളെ നമുക്ക് കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ, മിനറൽസ് നൈട്രേറ്റ്സ് ആണ് അല്ലെ? ഹൗ മിനറൽസ് ഈസ് യൂസ്ഡ് ഇൻ പ്ലാന്റ്? യൂസ് ഫോർ മേക്കിംഗ് പ്രോട്ടീൻ. നൈട്രേറ്റുകൾ എന്തിനാണ്? നൈട്രജൻ എന്ന് പറയുന്നത് ഇലകൾ ഉണ്ടാക്കാനാണ്. ഇലകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് പ്രോട്ടീനെ ഉണ്ടാക്കുന്നു. എന്തിനാ പ്രോട്ടീൻ? ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, ഫോർ ഗ്രോത്ത്. നൈട്രജൻ ഈസ് യൂസ് ടു മേക്ക് അമിനോ ആസിഡ്. നൈട്രജൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അമിനോ ആസിഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. വിച്ച് ആർ ദെൻ ജോയിൻ ടുഗദർ ടു മേക്ക് ഡിഫറെന്റ് പ്രോട്ടീൻസ്. അപ്പോ ഒന്ന് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ മിനറൽസ് എന്തിനു ഉപയോഗിക്കുന്നു? അമിനോ ആസിഡിന് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അമിനോ ആസിഡുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വളരെ പ്രധാനമായിട്ടും ഇത് പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഫോസ്ഫേറ്റോ യൂസ്ഡ് ഇൻ റെസ്പിറേഷൻ ആൻഡ് ഗ്രോത്ത്, എസ്പെഷ്യലി ഇൻ റൂട്ട്. അത് വളരെ പ്രധാനമായിട്ടും ചെടികളുടെ റെസ്പിറേഷൻ പ്രോസസ്സിനെയും വളർച്ചയെയും സ്വാധീനിക്കുന്നു. Phosphorus is used to make cell membrane and DNA which carries genetic information. ഫോസ്ഫറസ് എന്ന് പറയുന്ന, ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മിനറൽസ് കൊണ്ട് DNA ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ജനറ്റിക് മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു.
ഇനി പൊട്ടാസ്യം കോമ്പൗണ്ട്സ് യൂസ്ഡ് ഇൻ റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷനും ഫോട്ടോസിന്തസിസിനെയും സഹായിക്കുന്ന എലമെന്റ് ആണ് പൊട്ടാസ്യം. യൂസ് ടു മേക്ക് സം എൻസൈംസ് നീഡഡ് ഇൻ റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷനും ഫോട്ടോസിന്തസിസിന്റെയും പ്രക്രിയ നിയന്ത്രിക്കുന്നതും ഇതാണ്. മഗ്നീഷ്യം കോമ്പൗണ്ട്സ് യൂസ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്, യൂസ് ടു മേക്ക് ക്ലോറോഫിൽ മോളിക്യൂൾസ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ എലമെന്റിന്റെയും പ്രവർത്തനവും അതിന്റെ പ്രധാനപ്പെട്ട ധർമ്മവുമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. Then what are minerals used for? Minerals ions are used by plants for growth and build new cells. Plants need a variety of minerals because they are used by the plant in different ways. പല വഴികളിലൂടെയും ചെടികളിലേക്ക് ഇത്തരത്തിലുള്ള എലമെന്റുകൾ എത്തിച്ചേരുന്നുണ്ട്. ഏതൊക്കെയാണ് അത്തരത്തിലുള്ള മിനറൽ എലമെന്റ്? നൈട്രജൻ മേക്കിംഗ് പ്രോട്ടീൻസ് ഫോർ ഗ്രോത്ത്, phosphorus respiration and making roots, potassium respiration and photosynthesis, magnesium making chlorophyll. ഞാൻ ഇത് പിന്നെയും പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായിട്ട് ഓരോ എലമെന്റിന്റെയും പ്രാധാന്യം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. പ്ലാന്റ്സ് ആൻഡ് നീഡ് മിനറൽസ് എലമെന്റ് ഫോർ ഹെൽത്തി ഗ്രോത്ത്. വളരെ നല്ല ഗ്രോത്തിനാണ് ഈ പറയുന്ന എലമെന്റുകൾ ഉപയോഗിക്കുന്നത്. സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മിനറൽസ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ് ആർ, ഏറ്റവും പ്രധാനപ്പെട്ട 4 എലമെന്റുകളാണ് നമ്മൾ പിന്നെയും കൺക്ലൂഡ് ചെയ്യുന്നത്. നൈട്രജൻ ഫോർ നൈട്രേറ്റ്സ്, ഫോസ്ഫറസ് ഫോസ്ഫേറ്റ്, potassium ion and magnesium ions. How do plants obtain this NML? ഈ എലമെന്റ് എങ്ങനെയാണ്, ഈ മിനറൽസ് എങ്ങനെയാണ് ചെടികൾക്ക് ലഭിക്കുന്നത്? The minerals elements are found in salt dissolved in water. മിക്കവാറും ഈ എലമെന്റുകളൊക്കെ വെള്ളത്തിൽ ലയിക്കുന്ന രീതിയിലാണ്. Plants obtain mineral when they absorb water from the soil. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, വെള്ളം വലിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ ചെടികളിലേക്ക് ലവണങ്ങളും മിനറലുകളും ഇങ്ങനെ കയറും. അപ്പൊ ഈ 2 പ്രോസസ്സും ഒരേപോലെ നടക്കുന്നതാണ്. What type of salts are each of these elements found in? നിങ്ങൾക്കറിയുമോ ഓരോ എലമെന്റുകളും, ഈ പറയുന്ന ഓരോ എലമെന്റുകളും ഏതൊക്കെ സാൾട്ടിലാണ് ഉള്ളത് എന്ന്? അത് നമുക്ക് വിശദമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. നോക്കൂ, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഓരോ എലമെന്റും അതിന്റെ റോളും. See, name chemicals, relative percentage and function in the plant. നൈട്രജൻ നോക്കൂ, പ്രോട്ടീൻ, അമിനോ ആസിഡ്. ഫോസ്ഫറസ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് ATP. പൊട്ടാസ്യം കാറ്റലിസ്റ്റ്, അയൺ ട്രാൻസ്പോർട്ട്. പൊട്ടാസ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റലിസ്റ്റ് ആണ്. എല്ലാ പ്രവർത്തനങ്ങളെയും ത്വരിതപ്പെടുത്തുന്നത് കാറ്റലിസ്റ്റ് ആണ്. ദെൻ അതേപോലെ തന്നെ അയോണുകളുടെ പലതരത്തിലുള്ള ക്ലോറിൻ അയോൺ, അതേപോലെ തന്നെ ഓരോ അയോണുകളെയും ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നതും ഈ പറയുന്ന പൊട്ടാസ്യമാണ്. ദെൻ സെക്കൻഡറി മാക്രോ ന്യൂട്രിയൻസ് ആരൊക്കെയാണ്? കാൽഷ്യം സെൽ വാൾ കോമ്പണന്റ്, മെഗ്നീഷ്യം പാർട്ട് ഓഫ് ക്ലോറോഫിൽ, സൾഫർ അമിനോ ആസിഡ് ഉണ്ടാക്കുന്നു, സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ഉണ്ട്, സിസ്റ്റൈൻ ആൻഡ് മെത്തിയോണിൻ. ദെൻ അയൺ ക്ലോറോഫിൽ സിന്തസിസിനെ സഹായിക്കുന്നതാണ്. ദെൻ മൈക്രോ ന്യൂട്രിയൻസ്, വളരെ ബ്രീഫ് ആയിട്ട് ഏറ്റവും ഇൻവോൾവ് ചെയ്യുന്ന മൈക്രോ ന്യൂട്രിയൻസ്, കോപ്പർ ഉണ്ട്, കോമ്പണന്റ് ഓഫ് എൻസൈംസ് ആണ്. മാംഗനീസ് ആക്ടിവേറ്റ് എൻസൈം, സിങ്ക് ആക്ടിവേറ്റ് എൻസൈം, ബോറോൺ സെൽ വാൾ കോമ്പണന്റ് ആണ്. മോളിബ്ഡിനം ഇൻവോൾവ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് ക്ലോറിൻ ഫോർ ഫോട്ടോസിന്തറ്റിക് റിയാക്ഷൻ. അപ്പൊ വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ക്രിസ്പി ഇൻഫർമേഷൻ ആണ് ഓരോ എലമെന്റിനെ കുറിച്ചും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ചെടിക്കും എത്രമേൽ ഓരോ എലമെന്റുകളും ആവശ്യമുണ്ട്. ഇപ്പൊ മോളിബ്ഡിനം എന്ന് പറയുന്നത് ഒരു മൈക്രോ ന്യൂട്രിയന്റ് ആണ്. അത് കമ്പാരിറ്റീവ്ലി 1% അല്ലെങ്കിൽ റിലേറ്റീവ്ലി അത്രയും നമ്പർ മതി. അതേസമയം ഹൈഡ്രജൻ ഇത്രയും വേണം. അപ്പൊ ഓരോ എലമെന്റിനും പ്രാധാന്യമുണ്ട്. ഏറ്റവും ചെറുതാണെങ്കിൽ പോലും അത് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ നന്നായിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ട് ആ കറിയിൽ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഉപ്പിന് 1 കിലോഗ്രാമിന് 10 രൂപ മതി അല്ലെ? വളരെ ചെറിയ എലമെന്റ് ആണ്. ഒരു കിലോ ഉപ്പ് വാങ്ങിക്കാൻ നമുക്ക് 1 മാസം ഉപയോഗിക്കാം. എന്നിരുന്നാൽ പോലും ഉപ്പില്ലാതെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ ഓരോ ചെടികളിലും വളരെ ചെറിയ എലമെന്റുകൾ പോലും മോസ്റ്റ് ഇൻഡിസ്പെൻസിബിൾ ആണ്, ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത്രയും എലമെന്റ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആഷ് അനാലിസിസ് വഴിയാണ്. എന്താണ് ആഷ് അനാലിസിസ്? Chemical analysis of the plant ash residues left after the dry matter of the plant has been burned shown that the plant contained about 40 different elements. അപ്പൊ നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ വളമായിട്ട് കൊടുക്കുന്നത് വെണ്ണീർ എന്ന് പറയുന്ന ചാരമായിരുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിൽ അടുപ്പുണ്ടായ സമയത്ത് ആ അടുപ്പിൽ കത്തിക്കുന്ന വിറകിൽ നിന്ന് ലഭിക്കുന്ന ചാരമായിരുന്നു തെങ്ങിന്റെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ ഇടുക. അപ്പൊ ആ തെങ്ങിന് എല്ലാ എലമെന്റും കിട്ടായിരുന്നു. ഇപ്പൊ നമുക്ക് എല്ലാ എലമെന്റും കൊടുക്കാൻ പറ്റൂല. ഇപ്പൊ ഫോസ്ഫറസിൽ നിന്ന് ഫോസ്ഫേറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റൂ, യൂറിയയിൽ നിന്ന് നൈട്രജൻ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അപ്പം ഒരു ചെടിയിൽ എത്ര എലമെന്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ആ മരത്തെ കത്തിച്ചിട്ട് അതിന്റെ ആഷ് അനലൈസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിൽ എത്ര എലമെന്റ് ഉണ്ട് എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളത് 40ഓളം എലമെന്റുകളുണ്ട്.
some of them are indispensable or necessary for the normal growth and development of the plant. They are called essential element. അങ്ങനെ ഒരു ചെടിയുടെ വളർച്ചയുടെ അത്യന്താപേക്ഷിതമായിട്ടുള്ള എലമെന്റുകളെ, മൂലകങ്ങളെ essential element എന്ന് പറയുന്നു. Rest of the other element are called non essential element. അപ്പോൾ രണ്ട് കാറ്റഗറി എലമെന്റ് ഉണ്ട്. They are called essential element and non essential element. So we can say that these are very important